Staff Management Principal Level. Step 1. Visit slcm.keralauniversity.ac.in. Enter the login credentials. Step 2. Staff registration for adding a new teacher to SLCM system. SLCM സിസ്റ്റത്തിൽ ഇതുവരെയും അക്കൗണ്ട് ഇല്ലാത്ത അധ്യാപകരെയാണ് സ്റ്റാഫ് രജിസ്ട്രേഷൻ മെനു വഴി ആഡ് ചെയ്യേണ്ടത്. Click on Staff Registration sub-menu under the main menu Staff Management. അധ്യാപകന്റെ ബേസിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. പേര് എൻ്റർ ചെയ്യുമ്പോൾ പേരിനും ഇനിഷ്യലിനും ഇടയിലുള്ള സ്പേസ് ഒഴിവാക്കേണ്ടതാണ്. പകരം ഡോട്ട് ഉപയോഗിക്കാം. മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിർദ്ദേശം ശ്രദ്ധാപൂർവം വായിക്കുക. Enter the first name. ബെനിഫിഷ്യറി ഐ ഡി കൊടുക്കുന്നവർക്ക് അതായിരിക്കും യൂസർ നെയിം. അല്ലാത്ത പക്ഷം ഫസ്റ്റ് നെയിം -കോളേജ് കോഡായിരിക്കും. ഈ ഫസ്റ്റ് നെയിം സ്മോൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. Enter the last name. Enter the beneficiary ID, left blank if it is not available. ബെനിഫിഷ്യറി ഐ ഡി നൽകുകയാണെങ്കിൽ SLCMലെ ഡിഫോൾട്ട് യൂസർ നെയിം ബെനിഫിഷ്യറി ഐ ഡി തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം -കോളേജ് കോഡ് ആയിരിക്കും യൂസർ നെയിം. Enter the contact number. Enter the email ID. Choose the category, that is teaching or non-teaching staff. Choose the designation. Choose the college. Choose the role. Choose the program. Click on Submit button. കൺഫർമേഷൻ മെസ്സേജ് കാണാവുന്നതാണ്. Confirm whether the newly added teacher is included in the staff list. Click on Staff List, submenu under the main menu Staff Management. Choose the college and staff type. പുതുതായി ആഡ് ചെയ്ത അധ്യാപകന്റെ പേര് സെർച്ച് ചെയ്യുക. ലിസ്റ്റിൽ ലഭ്യമാണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്ന് ഉറപ്പുവരുത്താം. Step 3. Assign or change department. സ്റ്റാഫ് ലിസ്റ്റിൽ നിന്നും അധ്യാപകന്റെ പേരിന് നേരെയുള്ള ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അസൈൻ ഓർ ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റ് മെനു ക്ലിക്ക് ചെയ്യുക. ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. Step 4. Assign program. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അസൈൻ പ്രോഗ്രാം മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. ആവശ്യമുള്ള പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. Step 5. Assign role. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അസൈൻ റോൾ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. റോൾ ചൂസ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. Step 6. Assign or change designation. ആക്ഷൻ ബട്ടണിൽ നിന്നും അസൈൻ ഓർ ചേഞ്ച് ഡെസിഗ്നേഷൻ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഡെസിഗ്നേഷൻ ചൂസ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക. Step 7. Profile edit. ആക്ഷൻ ബട്ടണിൽ നിന്നും പ്രൊഫൈൽ എഡിറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. താഴെയുള്ള എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെയിൽ ID, മൊബൈൽ നമ്പർ, ജെൻഡർ എന്നീ എൻട്രീസ് പ്രിൻസിപ്പലിന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അധ്യാപകൻ്റെ പേര് എഡിറ്റ് ചെയ്യാൻ പ്രിൻസിപ്പലിന് സാധിക്കുന്നതല്ല. അതിനായി SLCM സപ്പോർട്ട് ടീമിനെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്.
Step 8. Remove role. ആക്ഷൻ ബട്ടണിൽ നിന്നും റിമൂവ് റോൾ എന്ന മെനു സെലക്ട് ചെയ്യുക. റിമൂവ് ചെയ്യേണ്ട റോൾ ചൂസ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Step 9. Transfer from the college. ഒരു അധ്യാപകൻ എ എന്ന കോളേജിൽ നിന്നും ബി എന്ന കോളേജിലേക്ക് ട്രാൻസ്ഫർ ആകുന്നെങ്കിൽ എ എന്ന കോളേജിലെ പ്രിൻസിപ്പൽ സ്റ്റാഫ് ലിസ്റ്റിൽ നിന്നും ആ അധ്യാപകൻ്റെ പേരിന് നേരെയുള്ള ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ എന്ന മെനു ക്ലിക്ക് ചെയ്യുക. അപ്രൂവൽ കൊടുക്കുക. Step 10. Transfer accept. ഒരു അധ്യാപകൻ ബി എന്ന കോളേജിലേക്കാണ് ട്രാൻസ്ഫർ ആകുന്നതെങ്കിൽ ബി എന്ന കോളേജിലെ പ്രിൻസിപ്പൽ സ്റ്റാഫ് മാനേജ്മെൻറ്റിൽ നിന്നും ട്രാൻസ്ഫർ അക്സെപ്റ്റ് എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ID വഴിയോ ബെനിഫിഷ്യറി ID വഴിയോ അധ്യാപകനെ ഫെച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം ഡിപ്പാർട്ട്മെൻറ്റ്, പ്രോഗ്രാം, പ്രിഫേർഡ് ക്യാമ്പ് എന്നിവ ചൂസ് ചെയ്യുക. അപ്രൂവൽ നൽകുക. കൺഫർമേഷന് വേണ്ടി സ്റ്റാഫ് ലിസ്റ്റിൽ നിന്നും ട്രാൻസ്ഫറായി വന്ന അധ്യാപകൻ്റെ പേര് സെർച്ച് ചെയ്യാവുന്നതാണ്. Step 11. Teachers Department Allocation. സ്റ്റാഫ് മാനേജ്മെൻറ്റിലെ ടീച്ചർ അലോക്കേഷൻ എന്ന സബ് മെനു സെലക്ട് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരെ ആഡ് ടീച്ചർ എന്ന മെനു വഴി ആഡ് ചെയ്യാവുന്നതാണ്.